എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ മുസ്ലിങ്ങളും എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പല ആളുകളും പല രീതിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ചില പ്രധാന കാര്യങ്ങൾ വിട്ടുപോകാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ വഹിച്ച പങ്ക്, അവരുടെ ത്യാഗങ്ങൾ, സംഭാവനകൾ എന്നിവയെക്കുറിച്ചാണ്. തുടക്കത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പങ്ക്? എന്തൊക്കെയായിരുന്നു പ്രധാന മുസ്ലിം വ്യക്തിത്വങ്ങളുടെ സംഭാവനകൾ? ഏതെല്ലാം മുസ്ലിം സംഘടനകളും പ്രസ്ഥാനങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നു? ഇവയെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. നമ്മുടെ രാജ്യം ഒരുപാട് കാലം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഈ ഭരണം അവസാനിപ്പിക്കാൻ ഒരുപാട് പേർ സ്വന്തം ജീവൻ പോലും ത്യജിച്ചു. അതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പല ആളുകളും അവരെ എതിർത്തു. 1857 ലഹള ഒരു പ്രധാന സംഭവമായിരുന്നു. എന്തായിരുന്നു 1857 ലഹള? ഇതൊരു വലിയ പോരാട്ടമായിരുന്നു. ഇതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. എന്തുകൊണ്ടായിരുന്നു ഈ ലഹള? പല കാരണങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെ പണം കൊള്ളയടിച്ചു, നമ്മുടെ രീതികളെയും വിശ്വാസങ്ങളെയും മാനിച്ചില്ല. ആരൊക്കെയായിരുന്നു പ്രധാന നേതാക്കൾ? മംഗൾ പാണ്ഡെ, ബഹാദൂർ ഷാ സഫർ തുടങ്ങിയവർ ഈ ലഹളയിലെ പ്രധാന പോരാളികളായിരുന്നു. എന്തായിരുന്നു ഇതിന്റെ ഫലം? ഈ ലഹള പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ചു പോരാടാൻ ഇന്ത്യക്കാർക്കൊരു പ്രചോദനമായി. ദിയോബന്ദ് ഉലാമാസ്, സർ സയ്യദ് അഹമ്മദ് ഖാൻ, മൗലാന അബുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗഫ്ഫാർ ഖാൻ, ഡോക്ടർ എം.എ. അൻസാരി, അലി ബ്രദേഴ്സ് തുടങ്ങി ഒരുപാട് വ്യക്തികൾ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ സംഭാവനകൾ നൽകി. അലിഗഡ് മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്, മുസ്ലിം ലീഗ് തുടങ്ങി പല പ്രസ്ഥാനങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നു. ഗാന്ധിജി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളെ പിന്തുണച്ചു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.